ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. വലിയ റെയിൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വസ്വാഗതം. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. എല്ലാവരും കാണുകയുണ്ടായി. ഒരുപാട് പേര് അതിൻ്റെ ലൈക്കൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ജസ്റ്റ് അത് കണ്ട് അങ്ങനെ അങ്ങ് പോയി. പക്ഷേ സംഭവം എനിക്ക് അതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെറിയ ചെറിയ കൃഷിത്തോട്ടങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. വീട്ടിലാണെങ്കിൽ പോലും ഒരു കുഞ്ഞതായിട്ട് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാത്തവരായിട്ട് ആരും തന്നെ ഈ ഭൂമുഖത്തിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടതിനകത്ത് തക്കാളി ചെടിയിൽ തക്കാളിക്ക് നിൽക്കുന്നു. ആ തക്കാളി അങ്ങനെ ഒരു പാമ്പ് വന്നിട്ട് അതിൻ്റെ കമ്പിൻ്റെ ഇടയിലായി പോയിട്ട് അതിൻ്റെ ശരീരഭാഗങ്ങൾ നല്ല വേദനയായിട്ട് ആ തക്കാളി പഴത്തെ നല്ല പോലെ അത് കൊത്തുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും വേദനിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഈ ഇഴജന്തുക്കൾ ദേഹം നൊന്ത് കഴിഞ്ഞാൽ വിഷം ഇറങ്ങും അതിൻ്റെ ശരീരത്തു നിന്ന്. അപ്പോൾ ഈ ഇറങ്ങുന്ന വിഷം എന്താണ് സംഭവിക്കുക? തക്കാളിക്കകത്താണ് പോയിരിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന് അന്തസ്സായിട്ട് അതിനെ മുറിച്ച് ചിലപ്പോൾ കറി വെച്ച് കഴിക്കും. അതിനകത്ത് വിഷം ആയിട്ടുള്ളതോ അതിനെപ്പറ്റിയൊന്നും നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ എന്തായിരുന്നാലും ഈ കൃഷിത്തോട്ടത്തിനകത്താരും CCTV ക്യാമറയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിച്ച് നടക്കത്തില്ല. സപ്പോസ് അതിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഈ വിഷാംശം, ഈ വിഷകരമായിട്ടുള്ള ജീവികൾ ഒക്കെ അതിനകത്ത് വന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇതുപോലെ വിഷം ചീറ്റിയിട്ട് പോയിട്ടുണ്ടാവും. നമ്മളറിയില്ല. കൊണ്ടുവന്ന് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ അതിനെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ചിലപ്പം മരിക്കാം. ചിലർ വിചാരിക്കും ചീരകളിൽ നിന്നുണ്ടാവുന്ന ചെറിയ ചെറിയ ഇതുകൊണ്ടായിരിക്കാം മരിച്ചത്, ചിലപ്പം കെമിക്കൽ ഉപയോഗിച്ചിട്ടായിരിക്കും മരിക്കുന്നത് എന്നൊക്കെയുള്ള പല ചിന്തകളുണ്ടാവും കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, അത് ഒരു പക്ഷേ സപ്പോസ് ഒരു വ്യക്തി കണ്ടതുകൊണ്ടല്ലേ അത് നമ്മൾ അറിഞ്ഞത്, ഇല്ലെങ്കിൽ നമ്മളതറിയില്ല. ഇങ്ങനത്തെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മളത് ശ്രദ്ധിക്കുക പോലുമില്ല. നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കല്ലല്ലോ. ആരെവിടെ നശിക്കുന്നു, ആരെവിടെ ചാവുന്നു, അതിൻ്റെ പിന്നാലെ ചാടി നടക്കുക, അതിൻ്റെ പിന്നാലെ കമൻസ് ഇടുക, അതിൻ്റെ പിന്നാലെ വിമർശിക്കുക, അതിൻ്റെ സത്യാവസ്ഥ അറിയണ്ട, ഇങ്ങനെയൊക്കെ പോകുന്ന വ്യക്തികളാണ്. പക്ഷേ പോയവർ പോയി, വന്നവർ ജീവനോടെ ഇരിക്കുന്നവർ എല്ലാം ജീവനോടുണ്ട്. പക്ഷേ നമുക്ക് അതിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം പിന്നീടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നവർ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ വരുന്ന വെജിറ്റബിൾസിലാവട്ടെ, പിന്നെ മീൻ, ഇറച്ചി, ഇങ്ങനെ നാനാവകളിലും പല വിധങ്ങളായിട്ടുള്ള വിഷാംശങ്ങളൊക്കെ കയറ്റി വിട്ടിട്ട് പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. ചിലരാണെങ്കിൽ പോർക്ക് ശരിക്ക് വേവിച്ച് കഴിക്കാത്തതിൽ അതിൽ നിന്നുണ്ടാവുന്ന അണുബാധ മൂലം മരിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതേമാതിരി ഈ തോട്ടിൽ, കുളത്തിൽ ഒക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ശുദ്ധീകരിക്കുന്ന പരിപാടിയും പ്രക്രിയയൊക്കെ ഉണ്ട്. അതിൽ നിന്നും ഈ അമീബ പോലത്തെ സാധനങ്ങളൊക്കെ വന്നിട്ട് അതങ്ങനെ മരിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ ലോകത്ത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ദൈവമേ, ആ അണലി കടിച്ചു കഴിഞ്ഞാൽ ചൊറിയും ചീക്കയും വരും, ആൾ തന്നെ തട്ടിപ്പോവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മളത് മാക്സിമം ഷെയർ ചെയ്യും. ഒരുപാട് പേര് കണ്ടു. അതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരു ഷെയർ ചെയ്യുന്നതിലൂടെ എത്ര ജീവനെ രക്ഷിക്കാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു വീഡിയോ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം കണ്ടു, ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ അവർ, എൻ്റെ വീഡിയോ കിട്ടുന്ന വ്യക്തി വേറൊരാൾക്ക് ഷെയർ ചെയ്തു, അവർ വേറൊരാൾക്ക് ഷെയർ ചെയ്തു, അങ്ങനെ ഒരുപാട് പേരുടെ കയ്യിൽ കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു കൂട്ടമായിട്ട് ചേർന്ന്
ഒരു സമൂഹത്തിനെ തന്നെയാണ് രക്ഷിച്ച് വിടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോസ് വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്യുക, മനസ്സിലാക്കുക. നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നവർ പിന്നെ നല്ല രീതിയിൽ വളരെ ശ്രദ്ധിച്ചും കണ്ടും ഓരോ സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം വെജിറ്റബിൾസൊക്കെ മേടിച്ച് ഉപയോഗിക്കുക. അതിനകത്ത് ചെറിയ ചെറിയ കുത്തുപാടുകളോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ദയവേത് അത് എടുക്കാതിരിക്കുക. ചിലപ്പം അവർ മരുന്ന് കുത്തി വെച്ചതാണോ, ഇല്ല വല്ല പാമ്പ് കടിച്ചതാണോ, ഇല്ലെങ്കിൽ വേറെ വല്ല വിഷാംശം ഉള്ള ജന്തുക്കൾ കടിച്ചതാണോ ഒന്നും അറിയാനൊക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ കുഞ്ഞു മക്കൾ ഓടി വന്നിട്ട് അതിനെ എടുത്ത് അങ്ങ് തിന്നും. തക്കാളി കഴുകിയതാണോ കഴുകാത്തതാണോ ഒന്നും അറിയണ്ട. മുന്തിരിങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അവർ അതിനെ വയറ്റിലാക്കാൻ നോക്കുന്നത്. ഫസ്റ്റിലെ തട്ടി കയ്യിലാക്കും, അതിനെ പതുക്കെ തട്ടി വയറ്റിലാക്കും. അതാ പരിപാടി. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എനിക്കും അങ്ങനത്തെ ഒരു ദുർശീലം ഉണ്ടായിരുന്നു. ഈ മുന്തിരിങ്ങ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാൻ 2 കയ്യിൽ ഇങ്ങനെ ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ നമ്മുടെ തുണിയിലൊന്ന് തേച്ചിട്ട് അങ്ങ് തിന്നും. അങ്ങനെ ഞാനൊരു ദിവസം കഴുകാതെ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 പിടി മുന്തിരി തിന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് എന്തുമില്ല, ഉറക്കമാണോ അതുമല്ല, മയക്കമാണോ അതുമല്ല. പക്ഷേ എനിക്ക് എല്ലാവരും വിളിക്കുന്ന കേൾക്കാം, സംസാരിക്കുന്ന കേൾക്കാം, എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്ന കേൾക്കാം. പക്ഷെ നോട്ട് റെസ്പോൺസ്. എനിക്ക് അവർ പറയുന്നതിന് ഒന്നിനും മറുപടി പറയാനോ, ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നു, ശരീരം തളരുന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകും, ഇത് പറയാൻ നാക്ക് പൊന്തുന്നില്ല. ഒരുപാട് നേരം ഇരുന്നു. ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ലിയറായി. കുറേ വെള്ളം ഞാൻ കുടിച്ചു. നാരങ്ങയും ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ട് നാരങ്ങ വെള്ളം കുടിച്ചു. ഞാനിരുന്ന് മയങ്ങുന്ന കണ്ടപ്പോഴത്തേക്ക് മോരിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് എനിക്ക് കൊണ്ടുവന്ന് ഉപ്പും കൂടെ ഇട്ട് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓക്കെ ക്ലിയറായി. അത് കഴിഞ്ഞ് പക്ഷേ പെട്ടെന്ന് തന്നെ ഫുഡ് പോയ്സനാണ് ഉണ്ടായത്. ഛർദിൽ, ലൂസ് മോഷൻ ഒക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു എനിക്കങ്ങ് വയറ് കയറി പെരുകി, വയറിച്ചിരി വലുതായതുപോലെ. വേദനയാണെങ്കിൽ സഹിക്കാൻ വയ്യ. നമുക്ക് ലേഡീസിൻ്റെ കാര്യം അറിയില്ല, പാൻറ്റീസ് കെട്ടാൻ വയ്യ, ജീൻസ് ഇടാൻ വയ്യ, ഒരു തരത്തിൽ വയറിൽ ഇറുക്കം വരുന്ന ഒരു തുണിയും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ കുടലിലെല്ലാം വട്ടത്തിൽ തക്കാളി ചെത്തി വെച്ച കണക്ക് ചുമന്ന് ഇതായിട്ടിരിക്കുന്നു. പിന്നെ ചെന്നൈയിൽ വെച്ചായിരുന്നു. അപ്പം ചെട്ടിനാട് ഹോസ്പിറ്റലിൽ പിന്നെ ഞാൻ പോയി. അതിൻ്റെ മരുന്നും എൻ്റെ ഒരു ആൻറ്റിയാണ് കൊണ്ടുപോയത്. അപ്പോൾ ആൻറ്റിയും ഞാനും കൂടെ പോയി. അപ്പോൾ ഇതെന്താടി ഇത്രമേലായത്, ഇതെന്താണ് പ്രശ്നം, അൾസറാണോ എന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു അല്ല അൾസറല്ല. അവർ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഇത് ആശുപത്രി ചെന്നുള്ള കാര്യം അറിയല്ലേ, നമ്മൾ അറുത്ത് മുറിച്ച് എല്ലായിടവും ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇത് ഫുഡ് പോയ്സൺ ആണ്. പക്ഷേ ഇത് ഇച്ചിരി ഡേഞ്ചർ ഫുഡ് പോയ്സനാണ്. എന്താണ് സംഭവം, ആ മുന്തിരിയിൽ ചീത്തയായി പോകാതിരിക്കാൻ, ക്വാളിറ്റി കുറഞ്ഞതായിട്ട് കാണാതിരിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന കെമിക്കൽ എൻ്റെ ഉള്ളിൽ പോയിട്ട് കുടലത്രയും കുഴപ്പമായി. അതിൻ്റെ മണ്ടയിൽ കൂടി പിന്നെ ഈ മയക്കം മാറാനെല്ലാം കൂടെ കുടിച്ചപ്പോൾ ആസിഡല്ലേ, നാരങ്ങ വെള്ളം, അതങ്ങോട്ട് ചെന്നപ്പോൾ അതിൻ്റെ സ്വഭാവം അതും കാണിച്ചു. അങ്ങനെ ആകെക്കൂടെ പ്രശ്നമായി. അതാണ്. പിന്നെ അതിൻ്റെ കൂടെ മോരും കൂടെ കുടിച്ചപ്പോൾ ഡിസ്ലറിങ്ങുമായി, വയറിളക്കം പിടിച്ചു. അങ്ങനെ എല്ലാം കൂടെ ആയപ്പം എന്തെല്ലാം ചെയ്തിട്ട് അതെല്ലാം പാണ്ട് പിടിച്ച് കിടക്കായെന്ന് പറഞ്ഞ കണക്ക് ഹോസ്പിറ്റലിലായി, ചികിത്സയിലായി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വെളിയിലായി വന്നപ്പോഴത്തേക്കും ആകെക്കൂടെ കോലം കെട്ട്. എനിക്കൊന്നും വേണ്ട. എനിക്ക് ആകെ ഞാൻ കഴിക്കുന്നത് പാല്, പഴം,
ഇത് തിന്ന് 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 പാലുമൊക്കെ കുടിച്ച് പിന്നെ അവസാനം നമുക്ക് ഇങ്ങോട്ട് തികട്ടാൻ തുടങ്ങി. പഴം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ വെറുക്കാൻ തുടങ്ങി. കാരണം പഴം കഴിച്ചു നോക്കൂ. ഡോക്ടർ പറഞ്ഞു ഇത് ചെല്ലുമ്പോൾ ഉള്ളിലുള്ള ആ ചൂട് പോകാൻ, കുടലിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി പഴം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെയൊക്കെ കിട്ടും പച്ച റോബസ്റ്റ. അതിൻ്റെ നേരെ എതിർ കളർ മഞ്ഞ കളർ റോബസ്റ്റ, അതായിരുന്നു ഞാനന്ന് കഴിച്ച് അത് പ്രശ്നങ്ങളൊക്കെ ക്ലിയറായി. അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കഷ്ടപ്പെട്ടു എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഈ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ കഴുകാതെ ഉപയോഗിക്കരുത്. 1, 2, 3 പ്രാവശ്യമൊക്കെ കഴുകിക്കോളൂ. അതേമാതിരി അതിനകത്ത് വല്ല പാട്, പ്രാണി കുത്തിയതാണെന്നൊക്കെ കരുതി നിങ്ങളെടുത്ത് ഉപയോഗിക്കരുത്. അതിലെന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. അതിലെന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും എടുക്കാണ്ട് അതിനെ ഉപേക്ഷിക്കുക. അത് പോയാലും വേണ്ടില്ല, നമുക്ക് പ്രശ്നം ഉണ്ടാവരുത്. നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരു കുഴപ്പമുണ്ടാകാതെ ഇരിക്കട്ടെ. സർവേശ്വരൻ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലായ വല്യറയൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനൽ, എൻ്റെ ഫേസ്ബുക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം. നല്ല ഇൻഫർമേഷനൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.